ഹലോ, അപ്പം നമുക്കിന്ന് ഒരു കുട്ടി ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ ബൾബിൻ്റെ മേലത്തെ ഈ ഒരു പാർട്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ എടുത്തു വെച്ചതായിരുന്നു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാർട്സ് വെച്ചിട്ടാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു കുട്ടി ക്രാഫ്റ്റാണ്. ഒരു ഡെസ്ക് കവർ പോലത്തെ ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഈ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബൾബിൻ്റെ മേലത്തെ ആ ഒരു മുകൾ ഭാഗമാണ്. അപ്പോൾ ഇത് നേരത്തെ ഇളകി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടെണ്ണം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമ്മൾ ഈ ഒരു യെല്ലോ കളർ വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തു. അതിനുശേഷം ഏകദേശം ഒരു 3-4 മണിക്കൂർ, ഏകദേശം ഒരു 5-6 മണിക്കൂർ അത്രത്തോളം വെച്ചിട്ടുണ്ടാവും. അത്രയും സമയം നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഞാൻ ഇതേപോലെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. റെഡ് കളർ എടുത്തിട്ട് നമ്മളിതിൽ ഇമോജീസാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ടൈമൊക്കെ കാണുന്ന ആ ഒരു ഇമോജി ഉണ്ടല്ലോ. അപ്പോൾ ഇത് സ്മൈലി അങ്ങനത്തെ ഒക്കെ പറയുന്ന ഇമോജീസ്. അപ്പോൾ അതിൽ ഈ ഒരു ഇമോജിയാണ് കണ്ണിൻ്റെ അവിടെ 2 ഹാർട്ട്, താഴെ ഒരു വായൻ്റെ ആ ഒരു ഭാഗം വരുന്ന ഒരു ഇമോജിയാണ് നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ബഡ്സ് വെച്ചിട്ട് ഇതേപോലെ 2 കണ്ണിൻ്റെ അവിടെ ആയിട്ട് ഇതേപോലെ ലവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബഡ്സ് വെച്ചിട്ടാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ഒരു വായം കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ബ്രഷ് കൊണ്ടും ചെയ്യാം. പക്ഷേ ഞാൻ വിചാരിച്ചു ബഡ്സ് കൊണ്ടായിരിക്കും കുറച്ചും കൂടെ ഈസി എന്ന് വിചാരിച്ചിട്ടാണ് ബഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ കിട്ടുമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ബഡ്സ് വെച്ചിട്ട് അങ്ങനത്തെ ഇതൊക്കെ വരക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം വായ ചെറിയ രീതിയിലൊന്ന് ഡാമേജ് ആയെങ്കിലും ഞാനത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ചൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് അളവും കാര്യങ്ങളൊന്നും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. വലിയ ഫ്രെയിം വേണമെന്നുള്ളവർക്ക് വലിയ കാർഡ്ബോർഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു നീളത്തിനും വീതിയിലുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 14 സെൻറ്റിമീറ്റർ, പിന്നെ ലെങ്ത്തും അതേപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 5-6 സെൻറ്റിമീറ്റർ വിഡ്ത്തും അത്രേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും ഇതിലാണ് ഞാൻ ഈ ഒരു പേപ്പർ എടുത്തിട്ടുള്ളത്, കാർഡ്ബോർഡ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഇതേപോലെ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിൽ തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാർഡ്ബോർഡിലും പേപ്പറിലും പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതേപോലെ വെള്ളം ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അതേസമയം നമ്മൾ ആ ഒരു ബൾബിൽ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. അത് നല്ല പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേ സമയം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഈ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് അതിൻ്റെ ലൈൻ ഇതേപോലെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു വാട്സപ്പിൻ്റെ ഒരു തീം എന്നുള്ള ഇതിലാണ് വൈറ്റും ഈ ഒരു ഗ്രീനും എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നമ്മൾ ഈ ഒരു വൈറ്റും അതേപോലെ തന്നെ റെഡ് എടുത്താലും അതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനും അതിലേക്ക് അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഹാങ്ങിങ് പോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നൂല് സൂചിയും വെച്ചിട്ട് ഇതിങ്ങനെ കോർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ തൂക്കിയിടാൻ ഹാങ് ചെയ്യാൻ പാകത്തിന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണിലൊക്കെ കൊളുത്തിയിടാം. ഇനിയിപ്പോൾ ഒട്ടിക്കേണ്ടവർക്ക് ഒട്ടിക്കാം കേട്ടോ. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും നൂല് സെറ്റാക്കിയിട്ട് ഇതേപോലെ ഒരു ഹാങ്ങിങ്ങുള്ള സംഭവം സെറ്റാക്കി കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ഒരു ഇമോജീസ് ഉണ്ടല്ലോ, അത് രണ്ടും ഞാൻ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഒരെണ്ണം നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ മറ്റേ കുട്ടിക്ക് കണ്ണെഴുതിയ പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ഹങ്ങ് പോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയുള്ള ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.